എക്സ്റ്റർ ഏറ്റവും വലിയ ഫേസ് ലിഫ്റ്റ് വന്ന മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആണ് ഹ്യുണ്ടായി എക്സ്റ്റർ HX3 വേരിയന്റ്. ഒരു ഡാർക്ക് ബ്ലൂ ഫിനിഷ് ആണ്. ഇന്ത്യയിൽ കുറച്ച് പോർഷൻസ് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് ക്യാമറയിൽ എത്ര വിസിബിൾ എന്ന് പറയാൻ പറ്റില്ല. സോ ഇതാണ് ഓവറോൾ ഇതിനൊരു എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്. സോ ഒട്ടനോൾ കണ്ട ഒരു ബേസ് മോഡൽ ഫീൽ തോന്നിക്കും. പക്ഷെ നമുക്ക് ആക്സറീസ് ചെയ്തിട്ട് ഒരുപാട് ഇതിന് മുന്നത്തെ മോഡലും ഈ ഒരു മോഡൽ ഫേസ് ലിഫ്റ്റ് അപ്ഡേറ്റ് വന്ന മോഡലും ഒരു ഐഡന്റിറ്റി തോന്നിയ രീതിയിലാണ് ഇതിനൊരു ഹ്യുണ്ടായി എന്ന കൊറിയൻ ബ്രാൻഡിൻ്റെ ഒരു മൈക്രോ XUV സെഗ്മെൻറ്റിലെ ഒരു വെഹിക്കിളാണ് ഹ്യുണ്ടായി എക്സ്റ്റർ. സോ ഒന്നത്തെ ഇവിടെ എൻ്റെ കൂടെ ഉള്ളത് ഹ്യുണ്ടായി എക്സ്റ്റർ ഏറ്റവും വലിയ ഫേസ് ലിഫ്റ്റ് വന്ന മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ് ഹ്യുണ്ടായി എക്സ്റ്റർ HX3 വേരിയൻറ്റ്. സോ ഈ ഒരു വേരിയൻറ്റ് കൊണ്ടുള്ള മെയിൻ റീസൺ, സോ ഇതിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് അധികം സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു മോഡലും കൂടിയാണ് ഹ്യുണ്ടായി എക്സ്റ്റർ. സോ നമുക്ക് അടുത്ത് പരിചയപ്പെടാം ഈ ഒരു വെഹിക്കിൾ എന്തൊക്കെ ഫീച്ചേഴ്സ് പുതിയ മാറ്റങ്ങൾ വന്ന് ജസ്റ്റ് നോക്കിയിട്ട് തരാം. എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോക്ക് ഹൃദ്യമായ സ്വാഗതം. ഹ്യുണ്ടായി എക്സ്റ്റർ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ് നമ്മൾ മുന്നിലേക്ക് എടുക്കുന്നത്. HX3 വേരിയൻ്റ് ആണ്. സോ എന്തുകൊണ്ടാണ് ഇതൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് വിളിക്കുന്നത് ജസ്റ്റ് നോക്കിയിട്ട് വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹ്യുണ്ടായി എക്സ്റ്ററിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് കണ്ടു തുടങ്ങാം. ഇതിന് മുന്നത്തെ മോഡലും ഈ ഒരു മോഡൽ ഫേസ് ലിഫ്റ്റ് അപ്ഡേറ്റ് വന്ന മോഡലും ഒരു ഐഡന്റിറ്റി തോന്നിയ രീതിയിലാണ് ഇതിനൊരു എക്സ്റ്റർ ബാഡ്ജിങ് കൊടുത്തുള്ളത്. പഴയ മോഡൽ സാമ്യ രീതിയിലാണ് ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് എക്സ്റ്റർ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു ലൈനിങ് കൊടുത്തിട്ടുള്ളത്. ഹ്യുണ്ടായുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. നേരെ താഴെ ഗ്രിൽ യൂണിറ്റ് ഫുള്ളി ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ താഴെ ഒരു ഡോൾട്ടൺ ബമ്പേഴ്സും കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഗൺ മെറ്റാലിക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് DRL വരുന്നില്ല. സോ ഒരു വൈറ്റ് ഫിനിഷാണ് ഒരു DRL പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അത് നേരെ താഴെ ഹാലജൻ ലാംപ്സ് ആണ് ഒരു ഹ്യുണ്ടായി എക്സ്റ്റർ വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഹുഡിലും ധാരാളം ക്യാരറ്റ് ലൈൻസും കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കളറും മെയിൻ അട്രാക്റ്റീവ് കളറാണ് ഈ ഒരു കളർ എന്നുള്ളത്. ഹ്യുണ്ടായുടെ ബേസ് മോഡൽ മുതലേ നമുക്ക് ഈ ഒരു എക്സ്റ്ററിൽ ഒരു കളർ അവൈലബിൾ ആണ്. സോ ഇനി നേരെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത്, സോ ഇതാണ് ഓവറോൾ ഇതിനൊരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. വീൽസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 14 ഇഞ്ച് വീൽസ് ആണ് ഈ ഒരു ഹ്യുണ്ടായി എക്സ്റ്റർ എന്നുള്ളത്. 4 സ്പോക്ക് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തുള്ളത്. നമുക്ക് ആക്സറീസ് ആയിട്ട് വീൽ കപ്സ് ഓർ അലോ വീൽസും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു വീലിൽ. സോ ഈ ഫെൻഡറിലാണ് 10 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. സൈഡ് വ്യൂ മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് ബ്ലാക്കിലാണ് സൈഡ് വ്യൂ മിറേഴ്സ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡോർ ഹാൻഡിലും മാറ്റ് ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിന്നും ബോഡി കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ നിന്നും ഇൻബിൽഡ് ആക്സസ് ആയിട്ട് ബോഡി കളർ ചെയ്യാനായിട്ട് സാധിക്കും. കളർ ചേഞ്ച് ചെയ്താൽ കുറച്ചും കൂടി ഭംഗി തോന്നിക്കുന്ന രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വീൽ ആർച്ചസും നമുക്ക് സൈഡ് പ്രൊഫൈൽ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ. ബാക്കിൽ മെയിൻ യൂണിറ്റി തോന്നിക്കുന്നത് ഈ ഒരു H ടൈപ്പ് ഡിസൈനാണ്. ആ ഒരു ടെയിൽ ലാംസിൽ H എന്ന് പറയുന്ന സമയമൊക്കെ ഒരുപാട് അട്രാക്റ്റീവ് അതുപോലെ തന്നെ ഒരു ഐഡൻറ്റിറ്റി തോന്നിക്കും ഈ ഒരു ഹ്യുണ്ടായുടെ H രീതിയിൽ. സോ ഇതാണ് ഓവറോൾ ബാക്ക് പ്രൊഫൈൽ. ഹ്യുണ്ടായുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നേരെ താഴെ ക്യാമറ യൂണിറ്റ് റിയർ വ്യൂ ക്യാമറ യൂണിറ്റാണ് ഇതിൻ്റെ ബാക്കിൽ വന്നിട്ടുള്ളത്. എക്സ്റ്റേണൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പാർക്ക് സെൻസേഴ്സും കാണാൻ സാധിക്കും. സോ അതുപോലെ തന്നെ ഈ ഒരു ഡിഫ്യൂസർ പോർഷനും അത്യാവശ്യം അട്രാക്റ്റീവ് ഫീലിലാണ് ആ ഡിഫ്യൂഷൻ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് റിഫ്ലക്ഷൻ യൂണിറ്റും കാണാൻ സാധിക്കും. ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് ഒരു ആൻറ്റിനി നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ബൂട്ട് കപ്പാസിറ്റി ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. പാർസൽ ട്രേ ഈ ഒരു വേരിയൻറ്റിൽ മിസ്സാണ്. സോ നിങ്ങൾക്ക് ആക്സറീസ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ട്രയാങ്കിൾ കാണാനായിട്ട് സാധിക്കും. നേരെ താഴെ സ്പെയർ വീൽ സെയിം സൈസ് സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. ടൂൾ കിറ്റും ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമുക്കൊരു സ്പേസ് നമുക്ക് ലഭിക്കും. ഇവിടെയും നമുക്കൊരു കളർ ടോണും മാറ്റം കാര്യങ്ങളും വന്നിട്ടുണ്ട്. മാനുവലി ക്ലോസ് ചെയ്യുന്ന ടെയിൽ ഗേറ്റാണ് ഇതിലുണ്ടായി എക്സ്റ്റർ വന്നിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിനൊരു എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്. സോ ഒട്ടനോൾ കണ്ട ഒരു ബേസ് മോഡൽ ഫീൽ തോന്നിക്കും. പക്ഷെ നമുക്ക് ആക്സറീസ് ചെയ്തിട്ട് ഒരുപാട് ആക്സറീസ് നമുക്ക് ഷോറൂമിൽ ഇൻബിൽഡും ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. സോ നമുക്ക് നേരെ ഇൻറ്റീരിയർ കണ്ടിട്ട് വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കളർ തീം, ഒരു ഡുവൽ ടോൺ കളർ നമുക്ക് വിളിക്കാണ്ട് സാധിക്കും. ഒരു ബീച്ച് കളറും അതുപോലെ തന്നെ ഒരു ബ്ലൂ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഒരു ഡാർക്ക് ബ്ലൂ ഫിനിഷാണ് ഇന്ത്യയിൽ കുറച്ച് പോർഷൻസ് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് ക്യാമറയിൽ എത്ര വിസിബിൾ എന്ന് പറയാൻ പറ്റില്ല. സോ നിങ്ങൾ എടുത്തുള്ള പോപ്പുലർ ഹ്യുണ്ടായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി ഒരു കളർ തീം മനസ്സിലായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പാഡ്, ഡോർ ലോക്ക് അൺലോക്ക്, പവറിൻ്റെ സ്വിച്ചർ. ഫ്രണ്ടിൽ 2 സീറ്റാണ് ഫ്രണ്ട് വരുന്നുള്ളത്. ബാക്കിൽ മാനുവലാണ്. അതും നിങ്ങൾക്ക് ആക്സറീസ് ആയിട്ട് ബാക്കിലും ചെയ്യാനായിട്ട് സാധിക്കും.
ഇവിടെയും ഒരു കാർബൺ ഫൈബർ മെറ്റീരിയൽ പതിവ് യൂസാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസും കാണാനായിട്ട് സാധിക്കും. സോ ഇനി നേരെ ഇന്ത്യയിലോട്ട് ഇരുന്ന് നോക്കാം. മാനുവലി കൺട്രോൾ ചെയ്യുന്ന മിറേഴ്സാണ് ഈ ഒരു ഹ്യുണ്ടായി എക്സ്റ്റർ വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലും എനിക്ക് ഒരുപാട് അട്രാക്റ്റീവ് തോന്നുന്ന സ്റ്റിയറിംഗ് വീലാണ്. ഒരു ഡി ഷേപ്പ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ഹ്യുണ്ടയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ കൺട്രോളിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. മീഡിയ കൺട്രോൾ ബട്ടൺസ് ഈ ഒരു പൊസിഷനിൽ കൊടുത്തിട്ടുള്ളത്. ക്ലസ്റ്റർ യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസ് ആണ് ഈ ഒരു പൊസിഷനിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ധാരാളം ഇൻഫർമേഷൻ ഒരു ക്ലസ്റ്റർ യൂണിറ്റിൽ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ ഹെഡ്ലൈറ്റ് 10 ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു പോർഷനിൽ കാണാം. വൈപ്പർ കൺട്രോളും ഈ ഒരു പോർഷനിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നേരെ താഴെയും കുറച്ച് കൺട്രോളിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും അതുപോലെ ട്രാഷ് കൺട്രോൾ ഓഫ് ഉള്ള ബട്ടൺസാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇനി നേരെ ഡാഷ്ബോർഡിൽ പോകണമെങ്കിൽ ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട്. അത്യാവശ്യം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നീ തുടങ്ങിയ എല്ലാവിധ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ധാരാളം എൻ്റർടൈൻമെൻറ്റും നമുക്ക് അതിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള റിവേഴ്സ് ക്യാമറയാണ് കൊടുത്തുള്ളത്. ഒരു എൻട്രി ലെവൽ വെഹിക്കിളായിട്ടും അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ. സോ നമുക്കിവിടെ ആ ഒരു മെറ്റീരിയൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു കാർബൺ ഫൈബർ മെറ്റീരിയൽ പോലെ തോന്നിക്കണ മെറ്റീരിയൽസാണ് ഈ ഒരു പോർഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. ഹസാർഡ് ലാമ്പ്, മാനുവലി കൺട്രോൾ ചെയ്യുന്ന AC യൂണിറ്റ്, ക്ലൈമറ്റ് കൺട്രോൾ. നേരെ താഴെ ഒരു C പോർട്ട്, 2 വാട്ടർ ചാർജിങ് സോക്കറ്റ്, USB പോർട്ടും കാണാൻ സാധിക്കും. പിന്നെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിങ് വേരിയൻ്റ് കൂടെയാണ്. സോ ഇതിലൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. ഹാൻഡ് ബ്രേക്ക് കാണാനായിട്ട് സാധിക്കും. മാനുവൽ ഹാൻഡ് ബ്രേക്ക്, ഒരു കപ്പ് ഹോൾഡേഴ്സ്, ഒരു കോയിൻ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് ഗ്യാപ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കവിടെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഗ്ലൗ ബോക്സ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുള്ളത്. റിയർ മിറർ കൊടുത്തിട്ടുണ്ട്. മാനുവൽ ഡിമ്മേഡ് മിറേഴ്സ് കൊടുത്തിട്ടുള്ളത്. സൺഷെയ്ഡ്, പോക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെയും ഫസ്റ്റ് ഇയറിൽ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഗ്രാബ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു എൻട്രി ലെവൽ കാർ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സും അതുപോലെ ബെസ്റ്റ് വേരിയൻറ്റും കൂടിയാണ് ഈ ഒരു HX3 ഒരു വേരിയൻറ്റ്. സോ ഇനി നേരെ സെക്കൻഡ് റോയിൽ കണ്ടു നോക്കാം. സെക്കൻഡ് റോയിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഒരു സെക്കൻഡ് റോ കൊടുത്തുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പെയർന്ന് കണ്ടു തുടങ്ങാം. ഇവിടെയും മാനുവലി കൺട്രോൾ ചെയ്യണ വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. ഡോർ ലോക്ക് അൺലോക്കും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും. സോ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് സ്പേസ് ഉണ്ട് കേട്ടോ. സീറ്റിംഗ് ആണെങ്കിലും കണ്ടോ, തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്നത്. സീറ്റിങ്ങും അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. നല്ല സ്പേസുള്ള സീറ്റ്സാണ് കൊടുത്തുള്ളത്. നമുക്ക് ആ ഒരു പോർഷനിലും കണ്ട അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ ആണെന്നുണ്ട്. സീറ്റിംഗ് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ബസ്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അല്ലെ ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂം ലഭിക്കുന്നുണ്ട്. ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സെക്കൻഡ് റോനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇനി എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.2 ലിറ്റർ കാസീരീസ് 4 സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു ഹ്യുണ്ടായി എക്സ്റ്ററിന് വന്നുള്ളത്. അറൗണ്ട് 83 bhp പവറും 140 Nm ടോർക്കും ഈ ഒരു ഹ്യുണ്ടായി എക്സ്റ്റർ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഈ ഒരു എഞ്ചിൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ 5 സ്പീഡ് മാനുവലും 5 സ്പീഡ് AMT ഗിയർ ബോക്സിലും ഈ ഒരു ഹ്യുണ്ടായി എക്സ്റ്റർ അവൈലബിൾ ആണ്. സോ ഫൈനലി ഇതാണ് ഏറ്റവും പുതിയ ഫേസ് ഹ്യുണ്ടായി എക്സ്റ്റർ. സോ ഈ വീഡിയോ ഈ ഒരു വേരിയൻ്റ് കൊണ്ടുള്ള മെയിൻ റീസൺ നമ്മൾ റോഡിൽ ഇനി കൂടുതലും കാണാൻ പോകുന്ന ഒരു വേരിയൻ്റ് കൂടിയാണ് HX3 മോസ്റ്റ് വാല്യൂ ഫോർ മണി. സോ ഈ ഒരു പ്രൈസിൽ ഇത്രയും ഫീച്ചേഴ്സ് തരുന്ന ഒരു വാഹനം വേറെ ഉണ്ടോയെന്ന് ജസ്റ്റ് അറിഞ്ഞോ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. സോ ഇത്ര കൊള്ളുന്നത് വീഡിയോ എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. സോ കൂടുതൽ ഡീറ്റെയിൽസ് താഴെ നമ്പർ ഇടുന്നുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ ചെറിയൊരു ബ്രേക്ക്.